നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും UDF ഭരണത്തിലേക്ക്. UDF ഭരണത്തിലേറിയത് LDFനെ 100-ലധികം സീറ്റുകൾക്ക് തകർത്തുകൊണ്ട്. ചിലയിടത്ത് LDF കോട്ടകൾ തകർന്നടിഞ്ഞു. ഇത്തവണ BJPയും അക്കൗണ്ട് തുറന്നു. വലിയ ജനവിധിയിൽ സംസ്ഥാനത്താകമാനം UDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം. ഇടതുകോട്ടയായ പാലക്കാട് ജില്ലയിൽ അടിതെറ്റി LDF. 2 സീറ്റുണ്ടായിരുന്ന UDF 3 സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് നേട്ടം കൊയ്തു. ഭരണവികാരമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF ജില്ലയിൽ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇടത് കോട്ടകളിൽ പോലും കാലിടറുന്ന കാഴ്ച. മന്ത്രി MP രാജേഷ് മത്സരിച്ച തൃത്താലയും മന്ത്രി K കൃഷ്ണൻകുട്ടി മത്സരിച്ച ചിറ്റൂർ തിരിച്ചുപിടിച്ചതും LDFന് കനത്ത പ്രഹരം. മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാട് ജനങ്ങളാകെ അംഗീകരിച്ചതുകൊണ്ടാണ് തനിക്ക് 2ാം വിജയം കൈവരിക്കാനായതെന്ന് P മമ്മിക്കുട്ടി MLA. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണ് ഒറ്റപ്പാലം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതായി K പ്രേംകുമാർ MLA. തൃത്താലയിലെ പരാജയം അംഗീകരിക്കുന്നുവെന്നും വിജയിക്ക് താൻ അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും MP രാജേഷ്. തൃത്താലയിൽ 5 വർഷക്കാലം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നും MP രാജേഷ്. സംസ്ഥാനത്ത് UDFന്റെ വിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് രമേശ് പിഷാരടി. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ ഇളകിമറിഞ്ഞപ്പോഴും ചുവപ്പിന്റെ കോട്ടയിൽ മാറ്റമില്ലാതെ തരൂർ. സുരേഷ് ഗോപിക്ക് ജനം കൊടുത്ത മറുപടിയാണ് തന്റെ വിജയമെന്ന് തൃശൂരിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി രാജൻ K പല്ലൻ. ഇടതുപക്ഷത്തിന്റെ വീഴ്ച പാർട്ടി വിശദമായി പഠിച്ച് തിരുത്തുമെന്നും ആവശ്യമെങ്കിൽ പാർട്ടി തിരുത്തൽ നൽകി മുന്നോട്ടു പോകുമെന്നും തന്നെ വീണ്ടും തെരഞ്ഞെടുത്തതിലെ ചേലക്കര മണ്ഡലത്തിലെ വോട്ടർമാരുടെ നന്ദിയുണ്ടെന്നും UR പ്രദീപ് MLA. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് തൃശൂരിൽ ഫ്ലക്സ് ബോർഡ്. 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് 3ാം തവണയും തന്റെ വിജയമെന്ന മുഹമ്മദ് മോസിൻ MLA. കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ട വോട്ടിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് തനിക്ക് വിജയിക്കാനായതെന്ന് VT ബൽറാം. പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യം വെച്ച് നടത്തിയ പ്രവർത്തനമാണ് കോങ്ങാട് മണ്ഡലത്തിൽ വിജയിക്കാനായതെന്ന് UDF സ്ഥാനാർത്ഥി KA തുളസി. സംസ്ഥാനത്തെ ഭരണത്തിനും CPM അഹങ്കാരത്തിനും ഏറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC രാഷ്ട്രീയ കാര്യനിർവാഹക സമിതി അംഗം VK ശ്രീകണ്ഠൻ MP. ഗുരുവായൂർ കുഴമല്ലൂർ ക്ഷേത്രം കവർച്ച. കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ സുഹായിൽ പോലീസ് പിടിയിൽ. കവർച്ച നടന്നത് കഴിഞ്ഞ മാസം 28-ന്. ക്ഷേത്രം ഓഫീസ് കുത്തിത്തുറന്ന് പ്രതി കവർന്നത് വഴിപാട് സ്വർണമായ 7ഓളം പവൻ സ്വർണവും 1 ലക്ഷം രൂപയും. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ നിന്ന് 500 പവൻ കവർന്ന കേസിലും സുഹായിൽ പ്രതി. ശോചനീയാവസ്ഥ നേരിട്ട ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് ചോർച്ച നേരിട്ട കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ വീണ്ടും കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കി. സിമന്റ് പാളികൾ അടർന്ന ഭാഗത്ത് പ്ലാസ്റ്ററിംഗ്, കെട്ടിടത്തിന്റെ പെയിന്റിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പാക്കും. വാടാനംകുറിശ്ശിയിൽ പുതിയ തോട്ടുപാളത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. മണ്ണ് പരിശോധന പൂർത്തിയായി. പാളത്തിന്റെ പ്ലാൻ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നതായി അധികൃതർ. 6 ടീമുകളുടെ ആഘോഷങ്ങൾ കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി. പുറപ്പുള്ളി ഫെസ്റ്റ് ആഘോഷിച്ചത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ കൂട്ടായ്മയും സാഹോദര്യത്തിനും വേണ്ടി ഒരുമയുടെ ഉത്സവമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഭരണമുറപ്പിച്ച് UDF. 100-ലധികം സീറ്റ് നേടിയാണ് LDFനെ തകർത്ത UDF വീണ്ടും ഭരണത്തിലേറിയത്. ഇത്തവണ BJPക്കും അക്കൗണ്ട് തുറക്കാനായി. വലിയ ജനവിധിയെ തുടർന്ന് സംസ്ഥാനത്താകെ UDF നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു. 1 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ്, പിന്നീട് 24 ദിവസത്തെ ജനവിധിക്കായി കാത്തിരിപ്പ്. ആ ജനവിധി ഇന്ന് കേരളം കണ്ടു. കേരളം തൂക്കി UDF. ചരിത്ര വിജയമാണ് UDFന് സമ്മാനിച്ചത്. UDF 102 സീറ്റ് നേടിയപ്പോൾ LDF 35 സീറ്റിലൊതുങ്ങി. NDA 3 സീറ്റും കരസ്ഥമാക്കി. അതോടെ കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ് UDF. മാത്രമല്ല 10 വർഷം നീണ്ട LDF ഭരണത്തിനും പരിസമാപ്തിയായി. കോൺഗ്രസും ലീഗും ഘടകകക്ഷികളും ഒന്നിച്ചു നീങ്ങിയപ്പോൾ ഇത്തവണ ജയം UDFനൊപ്പം. അതേസമയം പലയിടങ്ങളിലും LDF കോട്ടകൾ തകർന്നടിഞ്ഞു. 19 മന്ത്രിമാരിൽ 13 പേരും ഇത്തവണ തോറ്റു. LDF കൺവീനറും തോൽക്കേണ്ടി വന്നു. അതേസമയം പിണറായി വിജയൻ ജയിച്ചു കയറി. BJP ഇത്തവണ 3 സീറ്റ് നേടിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വോട്ടുകൾ BJPക്ക് ലഭിച്ചെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. വിസ്മയങ്ങളുണ്ടായ തെരഞ്ഞെടുപ്പാണിതെന്ന് VD സതീശനും പറയുന്നു. കോൺഗ്രസിന് നന്ദി അറിയിച്ച് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. LDFനുണ്ടായത് വലിയ തിരിച്ചടിയാണെന്ന് MA ബേബിയും പറയുന്നു. വിജയം അംഗീകരിക്കുന്നു, തോൽവി പരിശോധിക്കുമെന്നും MA ബേബി പറയുന്നു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സമാപിച്ചത്. കോൺഗ്രസും ലീഗും ഘടകകക്ഷികളും ഒന്നിച്ച് നീങ്ങിയപ്പോൾ കേരളത്തിൽ വീണ്ടും UDFന് ചരിത്ര വിജയം. ന്യൂസ് ഡെസ്ക് STV ന്യൂസ്.
ഇടതുകോട്ടയായ പാലക്കാട് ജില്ലയിൽ അടിതെറ്റി LDF. 2 സീറ്റ് ഉണ്ടായിരുന്ന UDF 3 സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് നേട്ടം കൊയ്തു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF ജില്ലയിൽ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇടതുകോട്ടകളിൽ പോലും കാലിടറുന്ന കാഴ്ചയാണ് കണ്ടത്. മന്ത്രി MP രാജേഷ് മത്സരിച്ച തൃത്താലയും K കൃഷ്ണൻകുട്ടി മത്സരിച്ച ചിറ്റൂരും UDF തിരിച്ചുപിടിച്ചത് LDFന് കനത്ത തിരിച്ചടിയായി. ഏത് വികാരത്തിനും വിളകാത്ത മണ്ഡല രൂപീകരണം തൊട്ട് ഇടതിനെ മാത്രം പിന്തുണച്ച കോങ്ങാടും LDFനെ കൈവിട്ടതോടെ പാർട്ടി വോട്ടുകളിൽ വളരെ ചോർച്ചയുണ്ടായി എന്നത് വ്യക്തം. ഭരണ നേട്ടങ്ങളും LDFന്റെ സംഘടനാശേഷിയും 12 മണ്ഡലമുള്ള പാലക്കാട് 10 സീറ്റ് നിലനിർത്തുമെന്നായിരുന്നു LDF നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്നാൽ UDF തരംഗത്തിൽ ജില്ലയിൽ LDFന് 3 സീറ്റുകൾ നഷ്ടമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ ഭരണത്തിനും CPM അഹങ്കാരത്തിനും ഏറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം VK ശ്രീകണ്ഠൻ MP. UDFന്റെ മതേതര ജനാധിപത്യ ആശയങ്ങൾക്കുള്ള പിന്തുണ കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും VK ശ്രീകണ്ഠൻ. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇല്ലാതാകുകയാണ്. ഇനി അടുത്ത PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാൽ കുട്ടികൾക്ക് ഒരു 10 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരും ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് പറയാം. ആകെ ഇനി പിണറായി വിജയനെ കൊണ്ടുള്ള ഗുണം ഭാവിയിൽ PSC പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഈ ചോദ്യം വന്നാൽ കിട്ടുന്ന 10 മാർക്കാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു പുതിയ സംസ്കാരം നമ്മുടെ കേരളം. ഷൊർണൂരിലെ LDF കോട്ട കാത്ത് വീണ്ടും P മമ്മിക്കുട്ടി. 16,517 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തന്റെ രണ്ടാം വിജയം. മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാട് ജനങ്ങളാകെ അംഗീകരിച്ചതുകൊണ്ടാണ് തനിക്ക് രണ്ടാം വിജയം ഉണ്ടായതെന്ന് P മമ്മിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷൊർണൂരിലെ ഇടതുകോട്ട വീണ്ടും കാത്തുസൂക്ഷിച്ച് P മമ്മിക്കുട്ടി വിജയിച്ചു കയറി. കഴിഞ്ഞ തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച P മമ്മിക്കുട്ടിക്ക് ഇത്തവണ ഭൂരിപക്ഷം കുറയുകയായിരുന്നു. 16,517 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തൻ്റെ രണ്ടാം വിജയമെന്ന് P മമ്മിക്കുട്ടി പറഞ്ഞു. മുന്നോട്ട് വച്ച രാഷ്ട്രീയ നിലപാട് ജനങ്ങളാകെ അംഗീകരിച്ചതുകൊണ്ടാണ് തൻ്റെ രണ്ടാം വിജയമെന്നും P മമ്മിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. എന്തായാലും ഈ നടന്ന വലിയ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഷൊർണൂരിന് അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഈ വലിയ രൂപത്തിലുള്ള എന്താണ് പറയുക ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് സംസ്ഥാനത്താകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഷൊർണൂർ ഈ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളെല്ലാവരും മതിയായി സന്തോഷിക്കുകയാണ്. ഷൊർണൂരിനെ അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും ആവർത്തിച്ചുകൊണ്ട് തന്നെ വലിയ വിജയം നേടാനായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായെന്നും P മമ്മിക്കുട്ടി സൂചിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇടതുപക്ഷത്തിന്റെ ഒരുക്കുകോട്ടയാണ് ഒറ്റപ്പാലമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതായി K പ്രേംകുമാർ MLA. കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടി അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നും K പ്രേംകുമാർ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ മുൻകൈയിലെല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ആ വിധി സമ്മാനിച്ച ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായ ഇടതുപക്ഷത്തെ അഭിമാനകരമായ വിജയത്തിലെത്തിച്ച എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഒറ്റപ്പാലത്തിൻ്റെ മണ്ണ് ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. തൃത്താലയിലെ പരാജയം അംഗീകരിക്കുന്നുവെന്നും വിജയിക്ക് താൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും മുൻ മന്ത്രിയും തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ MP രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്ത് LDFന്റെ പരാജയം അംഗീകരിക്കുന്നു. തൃത്താലയിൽ 5 വർഷക്കാലം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായെന്നും MP രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. തൃത്താലയിലെ തൻ്റെ പരാജയം അംഗീകരിക്കുന്നു. വിജയിയായ VT ബൽറാമിന് താൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും MP രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്തെ LDFന്റെ പരാജയം അംഗീകരിക്കുന്നതായും രാജേഷ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് വിജയിക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കും. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജയപരാജയങ്ങളുണ്ടാവും. അത് വ്യക്തിപരമായിട്ടെടുക്കുന്നില്ല. ഞാനിതിനു മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. തൃത്താലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. അത് ആർക്കും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. തന്നിലേൽപ്പിച്ച ചുമതല ഭംഗിയായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും MP രാജേഷ് പറഞ്ഞു. പിന്നെ തൃത്താലയുടെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ അടയാളങ്ങൾ ആർക്കും
തമസ്കരിക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്തതാണ്. അപ്പോൾ തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതലയൊഴിയുന്നത്. ജനവിധിയാണ്, ബാക്കി കാലം തെളിയിക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. സംസ്ഥാനത്ത് UDFന്റെ വിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് രമേശ് പിഷാരടി. പാലക്കാട് മണ്ഡലത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ വിവാദങ്ങളെ തള്ളിക്കളഞ്ഞെന്നും രമേശ് പിഷാരടി പറഞ്ഞു. സന്തോഷമാണ്, കാത്തിരുന്ന ഒരു ദിവസമാണെന്ന് തന്നെ പറയാം. ഒരു സംസ്ഥാനം നമ്മുടെ 10 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടും ജനങ്ങൾ നമുക്ക് വീണ്ടും നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നതും കണ്ട ഒരു ദിവസമാണെന്ന് വലിയ സന്തോഷം. കേരളത്തിൻ്റെയും മഹാവിജയത്തിനോടൊപ്പം പാലക്കാടിനെ കൂടെ ചേർത്ത് നിർത്തിയതിന് പാലക്കാടിനെ ജനങ്ങളുടെ ഉടൻ. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ ഇളകിമറിഞ്ഞപ്പോൾ ചുവപ്പിന്റെ കോട്ടയിൽ മാറ്റമില്ലാതെ തരൂർ മണ്ഡലം. സിറ്റിംഗ് MLA കൂടിയായ PP സുമോദ് 11,910 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എന്നാൽ 2021-ൽ 24,531 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച PP സുമോദിന്റെ ലീഡ് കുറഞ്ഞത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. മുഹമ്മദ് മുഹ്സിനെ കൈവിടാതെ പട്ടാമ്പി മണ്ഡലം. LDFന് ഇത്തവണയും മിന്നും വിജയം. മൂന്നാം അംഗത്തിൽ 9,442 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹ്സിന്റെ വിജയം. 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളാകെ അംഗീകരിച്ചതുകൊണ്ടാണ് മൂന്നാം തവണയും തനിക്ക് വിജയിക്കാനായതെന്ന് മുഹമ്മദ് മുഹ്സിൻ പറഞ്ഞു. സന്തോഷമുണ്ട്. പട്ടാമ്പിയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും ഏറ്റെടുത്തു. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും നൽകിയ നാട്ടുകാരുടെ അംഗീകാരമാണ്. ഏറെ ഹൃദയം നിറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുക. വടനകുറിശി ശ്രീനാരായണ പരിസരത്തു നിന്നും പട്ടാമ്പി വരെ വിജയാഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു. തൃത്താലയിൽ UDFന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഉണ്ടായതെന്ന് VT ബൽറാം പറഞ്ഞു. കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ട വോട്ടിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിന് തനിക്ക് വിജയിക്കാനായെന്നും ബൽറാം പറഞ്ഞു. കേരളത്തിൽ UDFന് മികച്ച വിജയം കൈവരിക്കാനായെന്നും VT ബൽറാം പറഞ്ഞു. പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യം വെച്ച് നടത്തിയ പ്രവർത്തനമാണ് കോങ്ങാട് മണ്ഡലത്തിൽ വിജയിക്കാനായതെന്ന് UDF സ്ഥാനാർത്ഥി KA തുളസി. മണ്ഡലത്തിലെ വികസനമില്ലായ്മയും വോട്ടായി മാറിയെന്നും KA തുളസി പറഞ്ഞു. സുരേഷ് ഗോപിക്ക് ജനം കൊടുത്ത മറുപടിയാണ് തന്റെ വിജയമെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ K. പല്ലൻ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തൃശൂരിലെ ജനങ്ങളെ സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ടാണ് BJP 3ാം സ്ഥാനത്തേക്ക് പോയതെന്നും രാജൻ K. പല്ലൻ പറഞ്ഞു. അല്ല, തൃശ്ശൂര് ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ ജനത തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജനതയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ലഭിച്ച ലീഡ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ ലഭിച്ച ലീഡ് എൻ്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഇടതുപക്ഷത്തിന്റെ വീഴ്ച പാർട്ടി വിശദമായി പഠിച്ച് തിരുത്തുമെന്നും ആവശ്യമെങ്കിൽ പാർട്ടി തിരുത്തൽ നൽകി മുന്നോട്ടു പോകുമെന്നും UR പ്രദീപ് പറഞ്ഞു. ചേലക്കരയുടെ സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷവും നന്ദിയും എല്ലാ വോട്ടർമാരോടും അറിയിക്കാനുണ്ട്. ചേലക്കരയിലെ പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ വെച്ച വിശ്വാസം തകരാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതീക്ഷ കളയാത്ത രീതിയിൽ നല്ല ഇടപെടൽ ഇനിയുള്ള 5 കാലം ഉണ്ടാവും. അതിന് എല്ലാ വോട്ടർമാരോടും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട വോട്ടർമാരോടും നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കുകയാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് തൃശ്ശൂരിൽ ഫ്ലക്സ്. സ്വരാജ് റൗണ്ടിൽ നായ്ക്കനാൽ ജംഗ്ഷനിൽ ആണ് KC അനുകൂലികൾ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഗുരുവായൂർ കുഴമല്ലൂർ ക്ഷേത്രം കവർച്ച. കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ സുഹൈൽ പോലീസ് പിടിയിൽ. കവർച്ച നടന്നത് കഴിഞ്ഞ മാസം 28-ന്. ഓഫീസ് മുറി കുത്തിത്തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വഴിപാട് സ്വർണ്ണമായ 7 പവൻ സ്വർണവും 1 ലക്ഷത്തിലധികം രൂപയുമാണ് കവർന്നത്. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ നിന്ന് 500 പവൻ കവർന്ന കേസിലെ പ്രതിയാണ് സുഹൈൽ. ശോചനീയാവസ്ഥ നേരിട്ട ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ AEO ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് ചോർച്ച നേരിട്ട കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ വീണ്ടും കോൺക്രീറ്റ് പ്രവൃത്തികൾ നടപ്പാക്കി. സിമന്റ് പാളികൾ അടർന്നു പോകുന്ന ഭാഗത്ത് പ്ലാസ്റ്ററിംഗ്, കെട്ടിടത്തിന് പെയിന്റിംഗ് എന്നീ പ്രവർത്തനങ്ങളും നടത്താനുണ്ട്. 1960-ൽ സ്ഥാപിതമായതാണ് ഈ കാണുന്ന ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉൾപ്പെടുന്ന ഈ കെട്ടിടം. താഴത്തെ നിലയിൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറും
മുകളിലെ നിലയിൽ AEO ഓഫീസുമായാണ് പ്രവർത്തനം. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് കെട്ടിടം ഇപ്പോൾ ശോചനീയാവസ്ഥയിലായിട്ടുണ്ട്. ശോചനീയാവസ്ഥ നേരിടുന്ന വിഷയം ഒരാഴ്ച മുൻപ് STV റിപ്പോർട്ട് ചെയ്തിരുന്നു. ജില്ലയ്ക്ക് അകത്തും പുറത്തേക്കുമായി പാഠപുസ്തകങ്ങൾ സൂക്ഷിച്ച് വിതരണം നടത്താനായാണ് ഈ കെട്ടിടം നേരത്തെ പണി കഴിപ്പിച്ചിരുന്നത്. സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിന് മുകളിൽ കുറച്ചു ഭാഗം മാത്രമേ AEO ഓഫീസ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഭാഗത്തും രണ്ടാം നില കെട്ടിടമില്ല. ആ ഭാഗങ്ങളിലാണ് മഴക്കാല സമയങ്ങളിൽ ചോർച്ച അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് സ്ലാബിലെ സിമന്റ് പാളികൾ നിലംപതിച്ച നിലയിലായിരുന്നു. അതിനാൽ കുറച്ചു വർഷമായി ഈ ഭാഗങ്ങളിൽ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. ശോചനീയാവസ്ഥ നേരിട്ട വിവരം അധികൃതർ നേരത്തെ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. ചോർച്ച നേരിട്ട കോൺക്രീറ്റ് സ്ലാബിന്റെ മുകളിലായി വീണ്ടും കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമൂലം ചോർച്ച തടയാനാകും. ഇനി സിമന്റ് പാളികൾ അടർന്നു വീണ ഭാഗങ്ങളിൽ സിമന്റ് പ്ലാസ്റ്ററിംഗ് നടത്തും. കൂടാതെ കെട്ടിടത്തിന് പെയിന്റിംഗ് പ്രവൃത്തികളും ഉടൻ തന്നെ നടപ്പാക്കും. അത്തരത്തിൽ നിലവിലെ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാർത്തകൾ തുടരുന്നു. വാടനകുറിശ്ശിയിൽ പുതിയ തോട്ടുപാലത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. മണ്ണ് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പാലത്തിന്റെ പ്ലാൻ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. വാടനകുറിശ്ശി പ്രദേശത്തെയും കുമ്പാരംകെട്ടി പ്രദേശത്തെയും ബന്ധിപ്പിച്ചിരിക്കുന്ന തരത്തിലാണ് തോട്ടുപാലം നിർമ്മിക്കുന്നത്. വാടനാംകുറിശ്ശി കുമ്പാരംകെട്ടി പ്രദേശത്തുള്ളവർക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നതിനു വേണ്ടിയാണ് തോടിനു കുറുകെ തോട്ടുപാലം നിർമ്മിക്കുന്നത്. ഈ പ്രദേശത്തുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പമാർഗം പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിനാവശ്യമായ പില്ലറുകൾ നിർമ്മിക്കുന്നതിനായി മണ്ണ് പരിശോധന നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഡിസൈൻ വിങ്ങിലേക്ക് റിപ്പോർട്ട് നൽകിയ ശേഷം പാലത്തിന്റെ പ്ലാൻ ഉടൻ തന്നെ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നതായി AE അറിയിച്ചു. തോട്ടുപാലത്തിന് ആകെ 3 തൂണുകൾ ഉണ്ടായിരിക്കും. നടുഭാഗം ഉയർന്ന് മറ്റു 2 വശങ്ങളിലേക്കും താഴ്ന്ന രൂപത്തിലാണ് പ്ലാൻ തയ്യാറാക്കുന്നത്. മഴക്കാലത്ത് ശക്തമായ ഒഴുക്ക് വരുമ്പോൾ തോട്ടുപാലം മുങ്ങാതിരിക്കാനാണ് നടുഭാഗം ഉയർത്തി നിർമ്മിക്കുന്നത്. പാലത്തിന്റെ പ്ലാൻ കിട്ടിയാൽ ഉടൻ തന്നെ തൂണിനാവശ്യമായ കുഴികളെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന്റെ ഇടപെടലിനെ തുടർന്നാണ് വാരണാസിയിൽ തോട്ടുപാലം നിർമ്മിക്കാൻ നേരത്തെ അനുമതി ലഭിച്ചത്. ഇതുപ്രകാരം മുഹമ്മദ് മുഹസിൻ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സമീപവാസികൾ എന്നിവർ നേരത്തെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊളപ്പുള്ളി ഫെസ്റ്റ് ആഘോഷിച്ചു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ കൂട്ടായ്മയ്ക്കും സാഹോദര്യത്തിനും വേണ്ടി ഒരുമയുടെ ഉത്സവമായാണ് കൊളപ്പുള്ളി ഫെസ്റ്റ് ആഘോഷിച്ചത്. 6 ടീമുകൾ പങ്കെടുത്ത ഫെസ്റ്റ് കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി. ഞായറിന്റെ സായാഹ്നം ആഘോഷിച്ച് മതിവരാതെ കുളപ്പുള്ളി ഫെസ്റ്റ്. ബാൻഡ് വാദ്യം, തകിൽ, പൂക്കാവടികൾ തുടങ്ങിയവയോടെ ഓരോ ടീമുകളുടെയും ആഘോഷങ്ങൾ കുളപ്പുള്ളി ടൗണിലൂടെ നീങ്ങിയപ്പോൾ കാഴ്ചക്കാർക്ക് ആസ്വാദനത്തിന്റെ പുതിയ അനുഭവമായി. പങ്കെടുത്ത 6 ടീമുകളുടെ ആഘോഷങ്ങൾ ഒടുവിൽ ബസ് സ്റ്റാൻഡ് നഗരിയിൽ സംഗമിച്ചു. ഇവിടെ ആ ദഫ്മുട്ട് പോലത്തെ റോഡിന് ഇരുവശവും കെട്ടിടത്തിന് മുകളിലുമായി കുളപ്പുള്ളി ഫെസ്റ്റ് കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാടിൻ്റെ കൂട്ടായ്മയ്ക്കും സാഹോദര്യത്തിനും വേണ്ടി ഒരുമയുടെ ഉത്സവമായാണ് കുളപ്പുള്ളി ഫെസ്റ്റ് ആഘോഷിച്ചത്.
സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളായി കുളപ്പുള്ളി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നെടുങ്ങോട്ടൂർ ശ്രീ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിൽ 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മെയ് 3 മുതൽ 10 വരെയാണ് യജ്ഞം. ഷൊർണൂർ നെടുങ്ങോട്ടൂർ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിലെ 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കം കുറിച്ചത്. യജ്ഞാചാര്യൻ മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരി, സഹ ആചാര്യൻ പരമേശ്വരൻ നമ്പൂതിരി തലപ്പണ എന്നിവരെ താലങ്ങളുടെ അകമ്പടിയോടുകൂടി യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. തുടർന്ന് യജ്ഞവേദിയിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത പാരായണം, പ്രഭാഷണം തുടങ്ങിയവയുമുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെയും പാരായണ ആരംഭമുണ്ടായി. മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. മെയ് 3 തുടങ്ങിവെച്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 10 ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വീണ്ടും UDF ഭരണത്തിലേക്ക്. UDF ഭരണത്തിലേറിയത് LDFനെ 100-ലധികം സീറ്റുകൾക്ക് തകർത്തുകൊണ്ട്. ചിലയിടത്ത് LDF കോട്ടകൾ തകർന്നടിഞ്ഞു. ഇത്തവണ BJPയും അക്കൗണ്ട് തുറന്നു. വലിയ ജനവിധിയിൽ സംസ്ഥാനത്താകമാനം UDFിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം. ഇടതുകോട്ടയായ പാലക്കാട് ജില്ലയിൽ അടിതെറ്റി LDF. 2 സീറ്റുണ്ടായിരുന്ന UDF 3 സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് നേട്ടം കൊയ്തു. ഭരണവികാരമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF ജില്ലയിൽ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇടത് കോട്ടകളിൽ പോലും കാലിടറുന്ന കാഴ്ച. മന്ത്രി MP രാജേഷ് മത്സരിച്ച തൃത്താലയും മന്ത്രി K കൃഷ്ണൻകുട്ടി മത്സരിച്ച ചിറ്റൂർ തിരിച്ചുപിടിച്ചതും LDFന് കനത്ത പ്രഹരം. മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാട് ജനങ്ങളാകെ അംഗീകരിച്ചതുകൊണ്ടാണ് തനിക്ക് 2ാം വിജയം കൈവരിക്കാനായതെന്ന് P മമ്മിക്കുട്ടി MLA. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണ് ഒറ്റപ്പാലം എന്ന ഒരിക്കൽ കൂടി തെളിയിച്ചതായി K പ്രേംകുമാർ MLA. തൃത്താലയിലെ പരാജയം അംഗീകരിക്കുന്നുവെന്നും വിജയിക്ക് താൻ അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും MP രാജേഷ്. തൃത്താലയിൽ 5 വർഷക്കാലം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നും MP രാജേഷ്. സംസ്ഥാനത്ത് UDFന്റെ വിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് രമേശ് പിഷാരടി. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ ഇളകിമറിഞ്ഞപ്പോഴും ചോപ്പിന്റെ കോട്ടയിൽ മാറ്റമില്ലാതെ തരൂർ. സുരേഷ് ഗോപിക്ക് ജനം കൊടുത്ത മറുപടിയാണ് തന്റെ വിജയമെന്ന് തൃശൂരിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി രാജൻ K പല്ലൻ. ഇടതുപക്ഷത്തിന്റെ വീഴ്ച പാർട്ടി വിശദമായി പഠിച്ച് തിരുത്തുമെന്നും ആവശ്യമെങ്കിൽ പാർട്ടി തിരുത്തൽ നൽകി മുന്നോട്ടു പോകുമെന്നും തന്നെ വീണ്ടും തെരഞ്ഞെടുത്തതിലെ ചേലക്കര മണ്ഡലത്തിലെ വോട്ടർമാരുടെ നന്ദിയുണ്ടെന്നും UR പ്രദീപ് MLA. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് തൃശൂരിൽ ഫ്ലക്സ് ബോർഡ്. 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് 3ാം തവണയും തന്റെ വിജയമെന്ന മുഹമ്മദ് മോസിൻ MLA. കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ട വോട്ടിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് തനിക്ക് വിജയിക്കാനായതെന്ന് VT ബൽറാം. പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യം വെച്ച് നടത്തിയ പ്രവർത്തനമാണ് കോങ്ങാട് മണ്ഡലത്തിൽ വിജയിക്കാനായതെന്ന് UDF സ്ഥാനാർത്ഥി KA തുളസി. സംസ്ഥാനത്തെ ഭരണത്തിനും CPM അഹങ്കാരത്തിനും ഏറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC രാഷ്ട്രീയ കാര്യനിർവാഹക സമിതി അംഗം VK ശ്രീകണ്ഠൻ MP. ഗുരുവായൂർ കുഴമല്ലൂർ ക്ഷേത്രം കവർച്ച. കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ സുഹായിൽ പോലീസ് പിടിയിൽ. കവർച്ച നടന്നത് കഴിഞ്ഞ മാസം 28-ന്. ക്ഷേത്രം ഓഫീസ് കുത്തിത്തുറന്ന് പ്രതി കവർന്നത് വഴിപാട് സ്വർണമായ 7ഓളം പവൻ സ്വർണവും 1 ലക്ഷം രൂപയും. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ നിന്ന് 500 പവൻ കവർന്ന കേസിലും സുഹൈൽ പ്രതി. ശോചനീയാവസ്ഥ നേരിട്ട ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോർ കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കാലപ്പഴക്കം കൊണ്ട് ചോർച്ച നേരിട്ട കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ വീണ്ടും കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കി. സിമന്റ് പാളികൾ അടർന്ന ഭാഗത്ത് പ്ലാസ്റ്ററിംഗ്, കെട്ടിടത്തിന്റെ പെയിന്റിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പാക്കും. വാടാനംകുറിശ്ശിയിൽ പുതിയ തോട്ടുപാളത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. മണ്ണ് പരിശോധന പൂർത്തിയായി. പാളത്തിന്റെ പ്ലാൻ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നതായി അധികൃതർ. 6 ടീമുകളുടെ ആഘോഷങ്ങൾ കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി. കുളപ്പുള്ളി ഫെസ്റ്റ് ആഘോഷിച്ചത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ കൂട്ടായ്മയും സാഹോദര്യത്തിനും വേണ്ടി ഒരുമയുടെ ഉത്സവമായി.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.